നമുക്കിനി സ്വീഡനിക്ക് ഒരു ജോബിനായിട്ട് പോകാൻ പറ്റും. ഈ ഒരു വിസയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിസയിൽ പോകാനായിട്ട് നമുക്കൊരു ജോബ് ഓഫറോ ഒന്നും വേണ്ട. അതുപോലെ തന്നെ വിസ കോസ്റ്റും വളരെ കുറവാണ്. വെറും 16,000 സംതിങ് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സ്വീഡനിക്കൊക്കെ എത്തിച്ചേരാൻ പറ്റും. അതുപോലെ തന്നെ യാതൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് നമുക്ക് ആവശ്യമില്ല. IELTS, TOEFL, PT, OET ഇതുപോലുള്ള ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് നമുക്ക് ആവശ്യമില്ല. ആക്ച്വലി ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അവിടുന്ന് ജോബ് ഓഫറൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. സോ അങ്ങനെ വിചാരിക്കുന്ന ആളുകൾക്ക് ഇത് നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു വിസ തന്നെയാണ്. നമുക്കറിയാം ഈ ഒരു സ്വീഡൻ എന്ന് പറയുന്നത് ഒരു സ്കാൻഡിനേവിയൻ രാജ്യമാണ് എന്നുള്ളത്. വൈക്കിങ്സിൻ്റെ നാട് എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആൽഫ്രഡ് നോബലിൻ്റെയും രാജ്യമാണ് കേട്ടോ ഈ ഒരു സ്വീഡൻ എന്ന് പറയുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു വിസ യൂസ്ഫുൾ ആവുക നോക്കി നോക്കാം. ഇനി ഈ ഒരു വിസ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നോൺ EU രാജ്യങ്ങളിലെ ആളുകൾക്കാണ് കേട്ടോ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് നമുക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിസ തന്നെയാണിത്. സോ നമുക്കെന്തായാലും ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വിസേൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി നോക്കാം. ഇതിൻ്റെ ബെനിഫിറ്റ്സ്, ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ്, ഇതിൻ്റെ വിസ കോസ്റ്റ്, ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള അടക്കം ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്താണെന്ന് നോക്കാം. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ശ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. സ്വീഡൻ കൂടുതൽ ആളുകളും ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഈ ഒരു സ്വീഡൻ എന്ന് പറയുന്നത്. പ്രകൃതി ഭംഗി കൊണ്ടാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് സ്വീഡൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ള ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ കേരളത്തിൽ നിന്നാണെങ്കിലും ഒരുപാട് ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ നോർവേ, ഫിൻലാൻഡ്, ഡെൻമാർക്ക് ഇതൊക്കെയാണ് ഈ ഒരു സ്വീഡൻ്റെ ചുറ്റും നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക്ഹോമാണ് ഈ ഒരു സ്വീഡൻ്റെ ക്യാപിറ്റൽ വരുന്നത്. സ്വീഡിഷ് ക്രോണയാണ് ഈ ഒരു സ്വീഡനത്തെ കറൻസി ആയിട്ട് വരുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു സ്വീഡൻ ഫേമസ് ആണ്. വാസ മ്യൂസിയം, ഐസ് ഹോട്ടൽ, അതുപോലെ തന്നെ സ്വീഡനത്തെ ഓരോ കുസിൻസ്, പിന്നെ ഒരുപാട് മ്യൂസിയങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. ഓക്കെ, എന്തായാലും നമുക്കിനി ഈ ഒരു വിസ ഇത് ഏത് വിസയാണ് നോക്കി നോക്കാം. ആക്ച്വലി ഈ ഒരു വിസയുടെ പേര് എന്ന് പറയുന്നത് സ്വീഡൻ ജോബ് സീക്കർ വിസ 2024 എന്നുള്ളതാണ് കേട്ടോ. ശരിക്കും ഇതൊരു ജോബ് സീക്കർ വിസയാണ്. അതായത് നമുക്കറിയാം ജോബ് സീക്കർ വിസ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അവിടെ എത്തിച്ചേരാനൊരു ജോബ് ഓഫറൊന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു വിസയിൽ പോയിട്ട് അവിടെ പോയിട്ട് നമുക്കൊരു ജോബ് നോക്കാൻ പറ്റും. ഓക്കെ, ദ സ്വീഡിഷ് ഗവൺമെൻറ് പറയുന്നത് 9 months ആണ് ഈ ഒരു ജോബ് സീക്കർ വിസേൻ്റെ ഒരു ഡ്യൂറേഷൻ തരുന്നത്. അതിനുള്ളിൽ നമുക്ക് അവിടെ പോയിട്ട് ഒരു ജോബ് നമുക്ക് കണ്ടെത്തിയാൽ മതി. ഒരു ജോബ് നോക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനാണ് പോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും. വേറെയും ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു ജോബ് സീക്കർ വിസ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. UAE, ജർമ്മനി, പോർച്ചുഗൽ, ഓസ്ട്രിയ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ ഫോറിൻ രാജ്യങ്ങളിലെ ആളുകൾക്കൊക്കെ അവിടെ എത്തിച്ചേരാൻ ഇത് നല്ലൊരു അവസരമാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു വിസയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി നോക്കാം. പിന്നെ നമുക്ക് നമ്മളുടെ ഫാമിലീനെ ഈ ഒരു വിസയിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ജോബ് നോക്കാനാണ് പോകുന്നത്. സോ ആ ഒരു ടൈം വരെ നമുക്ക് നമ്മളുടെ ഈ ഒരു ഫാമിലീനൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ ഒരു വർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വിസയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കി നോക്കാം. ഒന്ന് പറയുന്നത് ജോബ് സെർച്ച്, അവിടെ പോയിട്ട് ജോബ് സെർച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ്, അറ്റൻഡിങ് കോൺഫറൻസ്, ബിസിനസ് എക്സ്പ്ലോറേഷൻ, ഇതൊക്കെ നമുക്ക് ഈ ഒരു വിസയിൽ പോവുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. ഇനി വിസ കോസ്റ്റ് എന്താ നോക്കി നോക്കാം. 2200 സ്വീഡിഷ് ക്രോണ, ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു വിസ കോസ്റ്റ് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മണിക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16,996 രൂപയാണ് വരുന്നത്. ഒന്ന് ഓർത്ത് നോക്കണം, സാധാരണ ഇപ്പോൾ സ്വീഡനിക്കൊക്കെ ഒരു കൺസൾട്ടൻസി വഴിയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൂടുതൽ 10 ലക്ഷത്തിൻ്റെയൊക്കെ മേലെ വരെ ചിലവ് വരുന്നുണ്ട്. സോ അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിസ കോസ്റ്റിലൊക്കെ അവിടെ എത്തിച്ചേരാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു അവസരമാണ്. ഓക്കെ, ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് നോക്കി നോക്കാം. ഈ ഒരു വിസ അപ്ലൈ ചെയ്യാനായിട്ടുള്ള റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. ആദ്യത്തെ ഒന്ന് പറയുന്നത് വാലിഡ് പാസ്പോർട്ട്, ഒരു വാലിഡ് ആയിട്ടുള്ളൊരു പാസ്പോർട്ട് വേണം. അതുപോലെ തന്നെ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് വേണ്ടി വരും. പിന്നെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേണ്ടി വരും. 2 ഫോട്ടോഗ്രാഫ്സ് വേണ്ടി വരും. കോപ്പീസ് ഓഫ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പീസൊക്കെ വേണ്ടി വരും പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൂഫ് വേണ്ടി വരും. അതുപോലെ തന്നെ പിന്നെ പറയുന്നുണ്ട് A digital copy of a signed letter of consent gives the Swedish Council for Higher Education the right to contact higher education institution in your home country to verify your educational documents. നമ്മളുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻക്കൊക്കെ അവർക്ക് വെരിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്, ആ സ്റ്റഡീസിൻ്റെ എഡ്യൂക്കേഷൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻസൊക്കെ നമ്മളെന്തായാലും കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇതൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് പറയുന്നത്. ഇനി റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് നോക്കി നോക്കാം. ഈ ഒരു ജോബ് സീക്കർ വിസയുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കാം.
ഫസ്റ്റത്തെ പറയുന്നത് നമ്മൾ ഈ ഒരു സ്വീഡൻക്ക് വരുന്നത് ഈ ഒരു ജോബ് സീക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം, അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കണം എന്ന് ഇവർ പറയുന്നുണ്ട്. അതാണ് ഫസ്റ്റത്തെ റിക്വയർമെൻറ്റ്. പിന്നെ രണ്ടാമത്തെ പറയുന്നത് യു ഷുഡ് ബി ഏബിൾ ടു സപ്പോർട്ട് യുവർ സെൽഫ് ഡ്യൂറിങ് ദാറ്റ് ടൈം. ഓക്കെ, നമ്മളവിടെ നിൽക്കുന്ന ടൈം, അതായത് ഈ ഒരു ജോബ് സീക്കർ വിസയിൽ നമ്മളവിടെ നിൽക്കുന്നിടത്തോളം നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അതായത് നമ്മളുടെ അക്കോമഡേഷൻ, ബാക്കിയുള്ള എല്ലാത്തിനുമുള്ള ക്യാഷൊക്കെ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് ഇവർ പറയുന്നുണ്ട്. സോ യു ഷുഡ് ഹാവ് ഇനഫ് മണി ദാറ്റ് ക്യാൻ ബി ഇനഫ് ടു സപ്പോർട്ട് യുവർ സെൽഫ് ഡ്യൂറിങ് യുവർ സ്റ്റേ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നത് യു കാനോട്ട് ബ്രിങ് യുവർ ഫാമിലി. ഈ ഒരു വിസയിൽ ഫാമിലീനെ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ പറയുന്നത് മസ്റ്റ് ബി ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഓഫ് സ്വീഡൻ, നോൺ യു രാജ്യത്തെ ഒരാളായിരിക്കണം. പിന്നെ പറയുന്നത് യു മസ്റ്റ് ഹാവ് എ പാസ്പോർട്ട് ആവശ്യമുണ്ട്. ഇഫ് യു ഫൈൻഡ് എംപ്ലോയ്മെൻറ്റ് യു ക്യാൻ അപ്ലൈ ഫോർ എ വർക്ക് പെർമിറ്റ് വിച്ച് വിൽ അലോ ഫാമിലി മെമ്പേഴ്സ് ടു ജോയിൻ യു ഇൻ സ്വീഡൻ. ഓക്കെ, നമ്മളങ്ങനെ ഈ ഒരു വിസയിൽ പോയിട്ട് നമ്മളവിടെ ഒരു ജോലി കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു വർക്ക് പെർമിറ്റിന് നമ്മൾ ചെയ്യേണ്ടി വരും. വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ട് വർക്ക് പെർമിറ്റ് സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഈ ഒരു സ്വീഡനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഇവർ പറയുന്നുണ്ട്. ആർക്കൊക്കെയാണ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് നോക്കി നോക്കാം. യുവർ സ്പൗസ്, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്, പിന്നെ നിങ്ങളുടെ ചിൽഡ്രനെയും കൊണ്ടുവരാൻ പറ്റും. അതായത് 18 വയസ്സിന് താഴെയുള്ള ആളുകളെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. ഹാവ് ആൻ അഡ്വാൻസ്ഡ് ഡിഗ്രി, ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഒരു PhD, വൊക്കേഷണൽ സ്റ്റഡീസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി ഇതേതിലും ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഇതൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി ഈ ഒരു അഡ്വാൻസ് ഡിഗ്രിയുടെ കുറച്ച് ക്രെഡിറ്റ്സിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്യാം, നിങ്ങളെന്തായാലും അത് നോക്കിയാൽ മതി. പിന്നെ പറയുന്നത് ഫിനാൻഷ്യൽ പ്രൂഫ് റിക്വയർമെൻറ്റ്സ് ഇവർ പറയുന്നുണ്ട്. അതായത് യു മസ്റ്റ് ബി ഏബിൾ ടു പ്രൂവ് ദാറ്റ് യു ഹാവ് ഇനഫ് മണി ഫോർ യുവർ സെൽഫ് ഡ്യൂറിങ് യുവർ സ്റ്റേ ഇൻ സ്വീഡൻ. അതായത് മിനിമം മന്ത്ലി ഒരു 13,000 സ്വീഡിഷ് ക്രോണ നമ്മൾ ചിലവാക്കണം. അതായത് മിനിമം സ്വീഡിഷ് ക്രോണ 13,000 പെർ മന്ത് വെച്ചിട്ട് നമ്മൾ കാണിക്കണം. ഓക്കെ, അതിൻ്റെ പ്രൂഫ്സൊക്കെ നമ്മൾ സംഘടിപ്പിക്കേണ്ടി വരും. ഇത് ആക്ച്വലി നമ്മൾ അവിടെ ജോബ് കിട്ടുന്നവരെ ഇത് കാണിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് ഇവർ പറയണില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സ്വീഡനിക്ക് ജോബ് നോക്കാനായിട്ട്, അതായത് നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു സ്വീഡനിക്ക് ഫ്രീ ആയിട്ട് ഒരു ജോബിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി എന്തായാലും ഈ ഒരു വിസയ്ക്ക്, ഈ ഒരു ജോബ് സീക്കർ വിസയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം ജോബ് ഓഫേഴ്സൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ സ്വീഡനിക്ക് ഇപ്പോൾ ഒരു ജോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ രീതിയിലുള്ള ഒരു സേവിങ് കവർ ലെറ്ററും ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി എന്തായാലും ഈ ഒരു ജോബ് സീക്കർ വിസയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. ആക്ച്വലി നമുക്ക് 2 രീതിയിൽ ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഓൺലൈനായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ എംബസി പോയിട്ട് അങ്ങനെയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്തായാലും ആദ്യം നമുക്ക് ഈ ഒരു സർവീസ് വഴി ഓൺലൈനായിട്ട് എങ്ങനെയാണ് അപ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഓൺ ദ സ്വീഡിഷ് മൈഗ്രേഷൻ ഏജൻസി വെബ്സൈറ്റ്. ഓക്കെ, നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് സബ്മിറ്റ് യുവർ അപ്ലിക്കേഷൻ ഓൺലൈൻ ആൻഡ് പേ ദ അപ്ലിക്കേഷൻ ഫീ. നമ്മളുടെ ഈ ഒരു അപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. അതായത് സർവീസ് ഫോർ റെസിഡൻസ് പെർമിറ്റ്, അതിൻ്റെ ലിങ്ക്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് പേ ദ അപ്ലിക്കേഷൻ ഫീ പറയുന്നുണ്ട്. ഒരു 2000 സ്വീഡിഷ് ക്രോണയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസായിട്ട് പറയുന്നത്. അത് നമ്മൾ പേ ചെയ്യേണ്ടി വരും. പിന്നെ പറയുന്നത് അറ്റൻഡ് എ ബയോമെട്രിക് ഡാറ്റ രജിസ്ട്രേഷൻ അപ്പോയിൻമെൻറ്റ് ഇഫ് റിക്വയർഡ്. അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ പറയുന്നത് വെയിറ്റ് ഫോർ ദ പ്രോസസ്സിംഗ് ഓഫ് യുവർ അപ്ലിക്കേഷൻ. നമ്മളുടെ അപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ആവണ വരെ സാധാരണ ഒരു 3 months ആണ് ഇവർ പറയുന്നത്. അതുവരെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അപ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. ഇനി നമ്മൾ രണ്ടാമത്തെ വഴി നോക്കി നോക്കാം. അതായത് ഈ ഒരു സ്വീഡിഷ് എംബസി പോയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. യു ക്യാൻ ആൾസോ അപ്ലൈ Embassy of your Sweden in your home country. You must submit the visa form and attached documents to a Swedish embassy or consulate general in your country of residence. Pay the application fee at the visa center. ഓക്കെ, നമ്മളെന്തായാലും നമ്മളുടെ ഈ ഒരു വിസ ഫോംസ് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മളുടെ ഈ ഒരു സ്വീഡിഷ് എംബസി പോയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളുടെ ഈ ഒരു അപ്ലിക്കേഷൻ ഫീസ് ഈ ഒരു വിസ സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മളവിടെ പേ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു രാജ്യത്ത് എംബസികളൊക്കെ വരിക ഡൽഹിയിലാണ് വരല്. അവിടെ പോയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളുടെ ഈ ഒരു ഹൈലി ക്വാളിഫൈഡ് പേഴ്സൺസിനായിട്ടുള്ള ഈ ഒരു ജോബ് സീക്കർ വിസ ഇതിന് അപ്ലിക്കേഷൻ അപ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ
You will receive a residence permit card and instructions on how to collect it. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു റെസിഡൻസ് പെർമിറ്റ് കാർഡ് റിസീവ് ആവുന്നവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വിസ നമ്മളുടെ എംബസിയിൽ അപ്ലൈ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളപ്പോൾ ഈ ഒരു 90 ഡേയ്സിൻ്റെ മേലെ താമസിക്കുമ്പോൾ ഒരു ലോങ് സ്റ്റേ ഡീസൊക്കെയാണ് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്ലൈ ഫോർ ദ സ്വീഡൻ ലോങ് സ്റ്റേ ഡി വിസ. ദ വിസ വിൽ അലോ യു ടു ട്രാവൽ ടു സ്വീഡൻ. പിന്നെ ഞാനൊരു ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതായത് സ്വീഡൻ മൈഗ്രേഷൻ്റെ ഒരു വെബ്സൈറ്റാണ്, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ സ്വീഡൻ ലേബർ ഷോർട്ടേജ് ലിസ്റ്റും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഏതിലൊക്കെയാണ് കൂടുതൽ ഷോർട്ടേജസ് വരുന്നത്, എല്ലാം ഏതൊക്കെയാണ് ഹൈലി ഡിമാൻഡഡ്സ് ആയിട്ടുള്ള ജോബ്സ് എന്നൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി എന്തായാലും നമുക്ക് സ്വീഡൻക്ക് ഇവിടുന്ന് ഒരു ജോബിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസിൻ്റെ ഒക്കെ വെബ്സൈറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതായത് ദ സ്വീഡിഷ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ് സർവീസ്, പിന്നെ യുഎസ് പോർട്ടൽ, sweden.se, ഇതൊക്കെയാണ് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ആയിട്ട് വരുന്നത്. ആക്ച്വലി ഇത് മാത്രമല്ല, ഒരുപാടുണ്ട്. ഇൻഡീഡ് ഉണ്ട്, അതുപോലെ തന്നെ ലിങ്ക്ഡ്ഇൻ ഉണ്ട്. ഇതുവഴിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് കൂടുതൽ ആളുകളും ഈ ഒരു യുഎസ് പോർട്ടൽ യൂസ്ഫുൾ ആക്കുന്നുണ്ട്. സോ ഈ ഒരു യുഎസ് പോർട്ടലൊക്കെ വഴി അപ്ലൈ ചെയ്യാം. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ സ്വീഡൻ CV ഫോർമാറ്റ്. അതായത് നമ്മളിപ്പോൾ ഏതൊരു രാജ്യത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു രാജ്യത്തിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടാവും. CV ആണെന്നുണ്ടെങ്കിലും കവർ ലെറ്ററിനാണെന്നുണ്ടെങ്കിലും ആ രീതിയിലുള്ള ഒരു CVയും അതുപോലെ തന്നെ കവർ ലെറ്ററും നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജോബ് കിട്ടാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും അത്. സോ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു സ്വീഡൻ്റെ രീതിയിലുള്ള CVയും കവർ ലെറ്ററും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വെബ്സൈറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുക. നിങ്ങൾ എന്തായാലും ആ രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. സ്വീഡൻക്ക് ഒരു ജോബിനായിട്ട് എത്തിപ്പെടണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ ജോലിക്കായിട്ട് എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക. ആക്ച്വലി ഇതൊരു സ്വർണ്ണാവസരം തന്നെയാണ്, ആരും മിസ്സാക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ ജോബ് സെർച്ചിങ് ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ശ്യാം. ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.